മണിപ്പൂർ പൂർണ്ണമായും സമാധാനത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇംഫാലിലാണ് ഞാനുള്ളത്. നാളെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടി നടക്കുന്നതും ഈ ഇംഫാലിൽ തന്നെയാണ്. ഇംഫാലിലേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയ ചെറിയ വഴിയോര കടകൾ കാണാൻ കഴിയും. ഈ കടകൾ അത് ഏറ്റെടുത്ത് നടത്തുന്നതൊക്കെ തന്നെ മണിപ്പൂരിലുള്ള സാധാരണക്കാരായ സ്ത്രീകളാണ് അതിന് നേതൃത്വം നൽകുന്നത്. അവർ മണിപ്പൂരിന്റെ മാത്രമായിട്ടുള്ള ചില വിഭവങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വളരെ തുച്ഛമായ വിലയ്ക്കൊക്കെയാണ് ഈ മണിപ്പൂർ സാധനങ്ങൾ അവർ ഇവിടെ വിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരിപ്പോൾ രാത്രി അവർ കട തുറന്ന് അതിനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കുകയാണ്. मणिपुर का डिशेज है ना पूरा? हाँ, मणिपुर का है ये सिंजू और ये बोरा मणिपुर का फेमस डिशेस है। और ये किली चना, हाँ किली चना, और ये चना अंगौबा हाँ। और चाउमीन, ये स्पेशल फूड है ना हाँ मणिपुर का? सबसे स्पेशल ये पकोड़ा बोलता है हिंदी में। लेडी ऑनर है। हाँ अभी मणिपुर का सिचुएशन क्या है? वो पहले ज्यादा दिक्कत है, वो अभी पूरा ये मणिपुर का सिचुएशन तो बहुत खराब है अभी। क्या अभी ठीक है ना? अभी कहाँ से ठीक होगा? हम लोग भी नहीं जा सकता है, वो लोग भी नहीं आ सकता है, इसलिए बहुत खराब हो गया। वो पहले हमको देखने का टाइम पूरा आदमी का फेस में ज्यादा टेंशन है। हाँ। अभी हमको स्माइल करना है, तो ठीक है। हाँ नहीं अभी ना क्या बोलेगा पता नहीं। दिक्कत है। हाँ बहुत दिक्कत है। मोदी जी कल आया इधर, ये वो क्या चाहिए आपको? क्या क्या आपका मांग क्या है? हम लोग को तो पीस चाहिए, दोनों के लिए सिर्फ पीस चाहिए हम लोग को। ये तो मांग है। हाँ वो कितना टाइम टू कितना टाइम है इधर शॉप? यहाँ पे ना मॉर्निंग 5 AM से और रात में इवनिंग 7:30 8 ऐसे में बंद होता है। नाम क्या है? एस्टर, हाँ एस्टर श्रामखेम। നാളെ പ്രധാനമന്ത്രി വരുന്നതോടനുബന്ധിച്ച് ഇവിടെയൊക്കെ കൃത്യമായിട്ടുള്ള നിയന്ത്രണമുണ്ട്. അവരിപ്പോൾ പറയുന്നത് മണിപ്പൂരിൽ പൂർണ്ണമായും ഒരു സമാധാനത്തിലേക്ക് എത്തണമെന്നുള്ളത് തന്നെയാണ്. അവർ സൂചിപ്പിച്ചതുപോലെ ഒരു വിഭാഗത്തിലേക്കുള്ള ആളുകൾക്ക് മറു മേഖലകളിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നതൊക്കെ ഒരു അവസ്ഥയുണ്ട്. അത്തരം അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റം വരണമെന്നുള്ളതാണ് ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കൊക്കെ തന്നെ പറയേണ്ടത്. അവർ പറയുന്നത് എനിക്ക് മണിപ്പൂരിൽ പൂർണ്ണമായും ഒരു സ്വാതന്ത്ര്യം കൊണ്ടുവരണം, അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം, അതാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നൊക്കെയാണ് ഇവിടെയുള്ള മണിപ്പൂരിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളൊക്കെ തന്നെ പറയും. നമുക്കിവിടെ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് പോലെ അവരിങ്ങനെ രാത്രികളിലൊക്കെ ഇവിടെ എത്തി അവരുടെ ഒരു കൂട്ടായ്മയായി അവിടെ ഇവിടെ ഇരുന്ന് അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്. वो मणिपुर का सिचुएशन अभी कैसा चल रहा है? अभी तो ठीक नहीं चल रहा है। मतलब हम लोग कैसे जिएगा? हम लोग भी पहाड़ में नहीं जा सकता है, वो लोग भी आ नहीं सकेगा। अभी कितना मर गया, कितना विधवा हो गया, कोई बच्चा मर गया, कोई माँ मर गया, कोई बहन मर गया। बोलने में तो फर्क नहीं है। आप लोग कंप्लीटली पीस चाहिए। हाँ कंप्लीट हम लोग पीस चाहिए, शांति रहना चाहिए हम लोग, शांति ओनली शांति, सब मिलजुल के मिलना चाहिए हम लोग। वो लोग ऐसा नहीं चाहते हैं ना, हम लोग तो ऐसा चाहते हैं। 2 ईयर का बाद प्रधानमंत्री जी कल आया इधर। हाँ आने से हम लोग का जो अलग अलग जो रहता है ना, वो प्यार से समझा के अच्छा से भाई बहन समझ के सब मिलके जुल के रहो बोलने से रहेगा ऐसा। वो लोग क्या चाहते हैं हम लोग को पता नहीं, हम लोग तो ऐसा शांति चाहता है। അവർ പറയുന്നത് ഞങ്ങൾക്ക് ഒന്നിച്ച് കഴിയണം, പൂർണ്ണമായും ഒരു ശാന്തി മണിപ്പൂരിലേക്ക് വരണം എന്നിങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങളൊക്കെയാണ് അവർ ഇവിടെ നിന്ന് പറയുന്നത്. ഏതാണെങ്കിലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ആളുകളെ നമുക്ക് നിരത്തിലേക്ക് പോലും കാണാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അവർ ഭയപ്പാടോടുകൂടി വീടുകളിലേക്ക് കഴിയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എല്ലാ മേഖലകളിലും കർഫ്യൂ ഒക്കെ തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇന്ന് നമ്മൾ മണിപ്പൂരിലേക്ക് എത്തുമ്പോൾ ഒരുപാട് മാറ്റം ഇവിടുത്തെ നഗരങ്ങളിൽ വന്നിരിക്കുന്നു, ഈ തെരുവോരങ്ങളിൽ വന്നിരിക്കുന്നു. ഇപ്പോഴൊക്കെ ഈ ചെറിയ ചെറിയ കടകളൊക്കെ ഇങ്ങനെ തുറന്ന് സ്ത്രീകളും കുട്ടികളും ഒക്കെ അവരിവിടെ എത്തി ആ സാധനങ്ങൾ വിൽപ്പനയൊക്കെ നടത്തിയാണ് അവർ ജീവിക്കുന്നത്. എങ്കിൽ പോലും അവർ പറയുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം മണിപ്പൂരിൽ സമാധാനം അത് പൂർണ്ണമായും എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ഏറ്റവും പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്ക് സഹോദരങ്ങളെ പോലെ ഒന്നിച്ചു കഴിയണം, എല്ലാ മേഖലയിലും പൂർണ്ണമായും ശാന്തിയും സമാധാനവും തിരികെ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24.